മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾക്കായിട്ടുള്ള യാത്രയിലായിരുന്നു. വളരെയധികം വ്യക്തികൾ, എല്ലാ മതത്തിൽപ്പെട്ടവരും പല പല രാഷ്ട്രീയ ചിന്താധാരകളിൽപ്പെട്ടവരുമെല്ലാം ഈ പ്രഭാഷണങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. കോളേജുകളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അതുപോലെ ക്ഷേത്രങ്ങളിലുമെല്ലാം പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യം കിട്ടിയിരുന്നു. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തിയത് ക്ഷേത്രങ്ങളിലായിരുന്നു. ആ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തിന്മ നിറഞ്ഞ 3 കാര്യങ്ങളെക്കുറിച്ച്, തെറ്റായിട്ടുള്ള രീതികൾ, നന്മ നിറഞ്ഞ ആചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ധർമ്മത്തിൻ്റെയും ആത്മീയതയുടെയും ഈശ്വരൻ്റെയും പേരിൽ പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചെല്ലാം വളരെ കാര്യമായിട്ട് പറയുകയുണ്ടായി. അത്ഭുതകരമായ ഒരു ദൃശ്യം അനുഭവിച്ചത് ക്ഷേത്രത്തിലെ ഭാരവാഹികളെല്ലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറയുകയുണ്ടായി, സാർ ഇനിയും ഇവിടെ വരണം, ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയണമെന്നായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് അതിഷ്ടപ്പെടാറില്ല. ഞാൻ അവരോട് എല്ലാവരോടും പറയാറുണ്ട്, 10-15 വർഷം ക്ഷേത്രത്തിലൊരു പൂജാരി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച വ്യക്തി, 10-40 വർഷം വേദം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി, 10,000 സദസ്സുകളിൽ പ്രഭാഷണം നടത്താനും അറിയാവുന്ന കാര്യങ്ങൾ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ അറിയാനും അറിയിക്കാനും മാത്രം ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളിലുള്ള തെറ്റ് നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത്. ബൈബിളിലും ക്രൈസ്തവ സമൂഹങ്ങളിലുമുള്ള കുറവുകളും തെറ്റുകളും കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ ആത്മീയതയ്ക്കും ഭാരതീയ വീക്ഷണത്തിനും ഒരിക്കലും ചേരാത്ത ക്രൈസ്തവ ചിന്താധാരകൾ ഇസ്രായേലിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവോ മാത്യുവോ ജോണോ ലൂക്കോസോ മാർക്കോസോ എല്ലാം പറഞ്ഞത് നമ്മുടെ നാടിനെ ചേരാത്തത് വിളിച്ചു പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ദേഷ്യം തോന്നിയിരുന്നു. ഇപ്പോൾ പല പ്രഭാഷണ വേദികളിലെല്ലാം പോകുമ്പോൾ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോകുമ്പോൾ 100 കണക്കിന് ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു. ഡസൻ കണക്കിന് ക്രിസ്ത്യാനികൾ എന്നെ വന്ന് കണ്ട്, സാർ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർക്കും ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമല്ല, ധാരാളം സംഭവിക്കാറുണ്ട്. അതുപോലെ സക്കീർ നായിക്കും MM അക്ബറും എല്ലാം വേദത്തെയും കൽക്കി പുരാണത്തെയും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിലെ ചില വരികളെടുത്ത് അത് ഏകദൈവമാണ് എന്ന് പറഞ്ഞ് വിവരിക്കുന്നത് മനസ്സിലാക്കാം, അത് സത്യം തന്നെയാണ്. പക്ഷെ ആ ഏകദൈവം എന്ന് പറയുന്ന അള്ളാഹുവാണ് എന്നും എട്ടുകാലി മാമൂഞ്ഞ് പറയുന്ന മാതിരി എവിടെയെല്ലാം സ്ത്രീകൾ ഗർഭം ധരിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പുറകിൽ ഞാനാണെന്ന് പറയുന്ന മാതിരി എവിടെയെല്ലാം പുസ്തകത്തിൽ ഏകദൈവം പറയുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുന്ന സക്കീർ നായിക്കിനെയൊക്കെ മറുപടി കൊടുക്കുമ്പോൾ
ആദ്യം ചില മുസ്ലിം യുവാക്കളെല്ലാം വളരെ മോശമായ രീതിയിൽ റിപ്ലൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ കമൻ്റ് പറഞ്ഞിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഒത്തിരി വ്യക്തികൾ അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് ഈസത്തിൽപ്പെട്ട ആളാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം. അതെല്ലാം ഹിന്ദുക്കളെ പറ്റിക്കാനും ഭാരതീയ സംസ്കാരത്തെ അവഹേളിക്കാനും നമ്മുടെ പൈതൃകത്തെ എല്ലാം പുച്ഛിക്കാനും നിരാകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതിലുള്ള പ്രതിഷേധമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അങ്ങനെയുള്ള മറുപടിയിലും അങ്ങനെയുള്ള എക്സ്പ്ലനേഷനിലും ഹിന്ദുക്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരാചാരം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, ആചാരത്തിൻ്റെ പേരിൽ, നന്മയുടെ പേരിൽ മുഴുവനും ചെയ്തു കൂട്ടുന്ന തിന്മകൾ അവർ തിരിച്ചറിയുന്നില്ല. അന്നദാനം മഹാദാനമാണ് എന്നുള്ളത് എല്ലാ അമ്പലങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ അന്നദാനത്തിന് വഴിപാട് കൊടുക്കുന്നത് ഒരു കണക്കും ഇല്ലാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ ചിലര് ആ പൈസ കൈയിട്ട് വരാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും റെസീറ്റ് കൊടുക്കും അന്നദാനത്തിൻ്റെ. എന്നിട്ട് ചെലവ് കാണിക്കും. 5000 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ 50,000 രൂപ ചിലവായിട്ട് 45,000 പോക്കറ്റിലിടും. അന്നദാനത്തിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ തെറ്റാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയിലെ പ്രസിഡന്റ് പണ്ട് എന്നോട് പറഞ്ഞിരുന്നു, സാറേ ഇതാ ഇവിടെ നടക്കണമെന്ന്. അത് ഒരു വശം. മറ്റൊരു വശം അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവര്, ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവര്, ക്ഷേത്ര കാര്യങ്ങളെ ഒരു തരത്തിലും ആദരവോടുകൂടി കാണാത്തവര്, തിന്നാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കേന്ദ്രമായിരിക്കുന്നു അമ്പലത്തിലെ അന്നദാനം എന്ന് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലും പോയപ്പോൾ തറവാട്ടിൽ പിറന്ന നായർ സ്ത്രീകളും ഉയർന്ന ജാതിയിലുള്ള ഇഷ്ടംമാതിരി പൈസയുള്ള സ്ത്രീകളുമാണ് ഈ അന്നദാനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ ഇഷ്ടംമാതിരി തിന്നാനുള്ളവരാണ്. ഇത് ദൈവത്തിൻ്റെ പ്രസാദം എന്ന രീതിയിലല്ല അവർ കഴിക്കുന്നത്. വീട്ടിൽ ഒന്നും വെക്കേണ്ട കാര്യമില്ല, അമ്പലത്തിൽ വന്ന് ക്യൂ നിന്ന് വിഭവ സമൃദ്ധമായ ഫ്രീ സദ്യയും കഴിച്ചു പോകാം. ഒരു അമ്പലത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ മിനിഞ്ഞാന്ന് പോയപ്പോൾ അവിടെ 3-4 സ്ത്രീകൾ അമ്പലത്തിലെ സെക്രട്ടറിമാരോട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എറണാകുളം വരെ പോയിട്ട് വരാം, പക്ഷെ അതിനു മുമ്പ് അന്നദാനം തുടങ്ങോ, അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അതേപോലെ നടന്നോട്ടെ, ഞങ്ങൾ എറണാകുളത്തിൽ പോയി വരുന്നതിന് മുമ്പ് അന്നദാനം തുടങ്ങരുത്. ഇന്നലെ ഞങ്ങൾ ഊണ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് തോരനും സാമ്പാറും ചോറും മാത്രമേ കിട്ടിയുള്ളൂ, പായസം കിട്ടിയില്ല. ഞാൻ ആ സ്ത്രീകളോട് അവിടെ വെച്ച് ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, ഈ അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവര്, വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവര്, തിന്നാൻ വേണ്ടി മാത്രം അമ്പലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ അകത്ത് കാലുകുത്തുമ്പോഴാണ് ഇവിടെ പുണ്യാഹം തളിക്കേണ്ടത്. യേശുദാസോ യൂസഫ് അലി കേച്ചേരിയോ അല്ലെങ്കിൽ ഹൈദരാലിയോ കയറുമ്പോഴല്ല പുണ്യാഹം തളിക്കേണ്ടത്. നിങ്ങളെ പോലെ ഉള്ളവര് തിന്നാൻ വേണ്ടി മാത്രം വരുന്നതിനെ അന്നദാനം എന്നല്ല അത് പറയുക, കൊലച്ചോറെന്നാണ് പറയേണ്ടത്. കാരണം അന്നദാനം വിശക്കുന്നവന് കൊടുക്കേണ്ടതാ, ഭൂമിദാനം ഭൂമി ഇല്ലാത്തവന് കൊടുക്കേണ്ടതാ, രക്തദാനം രക്തമില്ലാത്തവർക്ക് ആവശ്യം വരുമ്പോൾ കൊടുക്കാനുള്ളതാണ്, വസ്ത്രദാനം ഉടുക്കാനൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഉടുക്കാനില്ലാത്ത അവസ്ഥ വരുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് വസ്ത്രദാനം. അതാണ് സാത്വിക ദാനം. ഭഗവത്ഗീതയിൽ താമസിക ദാനം എന്ന് പറയുന്നുണ്ട്. കൊലയും കൊള്ളിവെപ്പും കള്ളത്തരവും ചെയ്യുന്നവന് ഒരായുധം ദാനം ചെയ്താൽ എങ്ങനെയിരിക്കും അത്? ആ ആയുധം അയാൾ തിന്മയ്ക്കേ ഉപയോഗിക്കുള്ളൂ, അതൊരു ദാനമാവില്ല. രാജസീക ദാനമുണ്ട്, അത് രാഷ്ട്രത്തെ സംരക്ഷിക്കാനും ധർമ്മത്തെ സംരക്ഷിക്കാനും വേണ്ടി ആയുധം ദാനം ചെയ്യാം, അത് രാജസീക ദാനമാണ്. അവിടെ വധമുണ്ടെങ്കിൽ രാഷ്ട്ര സംരക്ഷണമുണ്ട്. സാത്വിക ദാനം നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം
ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സാത്വിക ദാനം. ഈ അമ്പലങ്ങളിൽ നടക്കുന്ന വിഭവ സമൃദ്ധമായ സദ്യയിൽ പാവപ്പെട്ട ഒരു വ്യക്തിയും പങ്കെടുക്കുന്നതായിട്ട് കണ്ടില്ല. കഴുത്തിൽ മാലയിട്ട് നല്ല സെറ്റി മുണ്ടുടുത്ത് മുമ്പിൽ വന്ന് ഈ തിന്നാനിരിക്കുന്നതിൽ പാടത്ത് പണിയെടുക്കുന്നവരോ രോഗികളോ ഭിക്ഷക്കാരോ കുടിലിൽ താമസിക്കുന്നവരോ ചേരി പ്രദേശത്തുള്ളവരോ ആയിട്ടുള്ള ഒരാളെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പറയുമായിരിക്കും ഇത്രയും അധികം ആൾക്കാരിൽ താൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തനിക്ക് കാണാൻ സാധിക്കാത്തതെന്ന്. ഞാൻ ആ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് ചോദിച്ചു, ആ ക്ഷേത്രത്തിലെ സെക്രട്ടറിയോട് ചോദിച്ചു, ഇതിൽ പാവങ്ങൾ വരാറുണ്ടോ? അത് ചോദ്യം തീരുന്നതിന് മുമ്പ് സെക്രട്ടറി പറഞ്ഞത്, ഇല്ല സാറേ, പാവങ്ങൾ വരാറില്ല, വിശക്കുന്നവർ വരാറില്ല, ചേരിയിൽ താമസിക്കുന്നവർ വരാറില്ല, അർഹിക്കുന്ന വിശപ്പുള്ളവരെല്ലാം വേറെ രീതിയിലാണ് ജീവിക്കുന്നത്, ഇവരെ പോലെ കള്ളത്തരം ചെയ്തിട്ടല്ല. ആ സെക്രട്ടറി വേറൊരു കാര്യം കൂടി പറഞ്ഞു. തൃപ്പൂണിത്രയിൽ ചുറ്റുപാടുമുള്ള 1057 ക്ഷേത്രങ്ങളുണ്ട്. ആ 57 ക്ഷേത്രങ്ങളിൽ അശ്വതി എന്ന നക്ഷത്രത്തിൽ വിഭവ സമൃദ്ധമായ സദ്യയുള്ള അമ്പലം ഏതാണെന്ന് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കറിയാം. ഭരണി ദിവസം ഏത് ഭഗവതി ക്ഷേത്രത്തിലാണ് വിഭവ സമൃദ്ധമായ സദ്യ ഉള്ളത്, അത് ഈ സ്ത്രീകൾക്കറിയാം. അശ്വതി, ഭരണി, കാർത്തിക പൂജയുടെ വിഭവ സമൃദ്ധമായ സദ്യ ഈ സ്ത്രീകൾക്കറിയാം. അശ്വതി, ഭരണി, കാർത്തിക, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഓരോ നക്ഷത്രത്തിലും 27 ദിവസവും ഏതെല്ലാം അമ്പലങ്ങളിലാണ് സദ്യയുള്ളതെന്ന് കൃത്യമായിട്ട് ഈ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾക്കറിയാം. അവരുടെ വീട്ടിൽ കാർ ഉൾപ്പെടെ ഉണ്ട്. അവര് അമ്പലത്തിനകത്ത് കയറാറില്ല, തൊഴാറില്ല, 1 രൂപ പോലും ഭണ്ഡാരത്തിലിടാറില്ല. തിന്നാൻ വേണ്ടി മാത്രം വരുന്നവർ പ്ലേറ്റ് നീട്ടുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും എന്ന വേദന കൊണ്ടാണ് സാറേ കൊടുക്കുന്നത്. സാർ ഇതിവിടെ പറഞ്ഞത് നന്നായി സാർ. സാറ് ചീത്ത പറഞ്ഞ സ്ത്രീകള് എറണാകുളത്ത് പോയില്ല, അവര് ഈ സദസ്സിലുണ്ടായിരുന്നു. പക്ഷെ സാറ് പറയുന്നതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അവര് ഈ സദ്യ വിളമ്പുമ്പോൾ മുമ്പിൽ ക്യൂവിൽ നിൽക്കണമെങ്കിൽ എവിടെ ഇരിക്കണം എന്ന് അന്വേഷിച്ചിട്ടാണ് അവർ ആ മൂലയ്ക്ക് ഇരുന്നത്. ഒത്തിരി യുവാക്കള്, പ്രത്യേകിച്ച് RSSകാര്, ക്ഷേത്ര കാര്യങ്ങളിൽ താല്പര്യമുള്ള RSSകാര് ധരിക്കുന്നു ഈ വീട്ടിൽ ഇഷ്ടം മാതിരി തിന്നാനുള്ളവർക്ക് ചോറ് കൊടുക്കുന്നതാണ് അന്നദാനം എന്ന്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ഒരു വീട്ടില് അമ്മയും അച്ഛനും ജോലിക്ക് പോയി ആ ശമ്പളം വാങ്ങിച്ച് പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് മക്കൾക്ക് വിളമ്പിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ധർമ്മമാണ്. അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കടപ്പാടാണ് അവരുടേത്. കാരണം അവരാണ് ഈ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. മക്കൾ പറഞ്ഞിട്ടല്ല അവരെ ഈ ഭൂമിയിലേക്ക് അച്ഛനമ്മമാർ കൊണ്ടുവന്നത്. അതുകൊണ്ട് അച്ഛനമ്മമാര് മരിക്കുന്നത് വരെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്കാണ്. അല്ലെങ്കിൽ മക്കൾ മരിക്കുന്നത് വരെ അച്ഛനമ്മമാര് പണിയെടുത്ത് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം മക്കളുടേതാണ്. എന്നിരുന്നാൽ പോലും മക്കൾ സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ സ്വയം ജോലി ചെയ്ത അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ടവരാണ്. ഈ ഒരു വീക്ഷണത്തിന് എങ്ങനെയാ ക്ഷേത്രവുമായിട്ട് ബന്ധം വരിക? ഞാനിപ്പോൾ പറഞ്ഞതിന് ഇന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അമ്പലത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും 10-15 കമ്മിറ്റി അംഗങ്ങളും ഈ പാവപ്പെട്ട RSSലെയും DYFIലെയും CITUവിലെയും CPMലെയും ക്ഷേത്ര ഭാരവാഹികള് 100 കണക്കിന് വ്യക്തികളുടെ മുമ്പിൽ പിച്ചയ്ക്ക് വേണ്ടി കൈനീട്ടുന്നത് പോലെ അമ്പലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന പേരിൽ കൈനീട്ടി അവരുടെ ഡൊണേഷനും അവരുടെ സഹായവും വാങ്ങിച്ച് ഗ്യാസ് സിലിണ്ടർ വില കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന കുക്കിനെ 1000 കണക്കിന് രൂപ കൂലി കൊടുത്ത്
ചോറും കറിയും ഉണ്ടാക്കി ഈ സ്ത്രീകൾക്ക്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, 3:1, അത് തറവാടിൽ പിറന്ന ഇഷ്ടം മാതിരി തിന്നാനുള്ള സ്ത്രീകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനുള്ള വയറുവേദന, അല്ലെങ്കിൽ തലയിലെഴുത്ത്, അല്ലെങ്കിൽ മഹാപാപം എന്ന വിധി, അപാത്രദാനം എന്ന ഇവർക്ക് വിളമ്പിക്കൊടുക്കാനുള്ള വിധി ആ അമ്പലത്തിലെ സെക്രട്ടറികൾക്കും കമ്മിറ്റി അംഗങ്ങളുടെയും ഗതികേടാണ്. അവരാണ് ഇവരെ വീട്ടിൽ പോലും ജോലി എടുപ്പിക്കാതെ ആക്കുന്നത്. അവനവന് തിന്നാനുള്ളത് കടയിൽ പോയി വാങ്ങിക്കേണ്ട, അടുത്ത ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഉണ്ടെങ്കിൽ ഭാഗവത സപ്താഹം കേൾക്കാൻ ആരും വരാറില്ല. അതിനൊരു കാരണം, ഭാഗവതം വായിക്കുന്നവൻ തനി കച്ചവട കോർപ്പറേറ്റ് ബിസിനസ്സാണ്. അയാൾക്ക് പോലും അറിഞ്ഞൂടാ ഭാഗവതം എന്താണ്, വായിക്കുന്നത് എന്താണെന്ന്. അതുകൊണ്ട് കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഇനി കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവര് അവിടെ ഇരുന്നുകൊണ്ട് 5-6 പേരുണ്ടാവും. അവര് പരദൂഷണം പറയില്ലായിരിക്കും. പക്ഷേ 12:30-ക്കും 1:30-ക്കും 1.5 കിലോമീറ്റർ ക്യൂവിൽ നിന്ന് ഈ ഭക്ഷണം കഴിക്കുന്നതിന് അല്പം പോലും നാണമില്ലാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു ഹൈന്ദവ സ്ത്രീകള്, പുരുഷന്മാര്. പുരുഷന്മാരുടെ 3 ഇരട്ടി സ്ത്രീകള്. സത്യത്തില് നരകത്തിന്റെ വാതില് ആർക്കാണ് തുറന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ്. കാരണം നാട്ടുകാര് വിയർത്ത് കൊടുക്കുന്ന പൈസ, അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങൾ വിയർത്തുണ്ടാക്കുന്ന പൈസ, ആ ക്ഷേത്രത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്ക് വേണ്ടിയും ചെലവഴിക്കാവുന്ന പൈസ, ആ 5 കാറ്റഗറിയിലും അനാഥരോ വൃദ്ധരോ രോഗികളോ അല്ലെങ്കിൽ നിരാശ്രയരോ വേദനിക്കുന്നവരോ വിശക്കുന്നവരോ അല്ലാത്തവരുടെ കാറ്റഗറിയിൽ പെടുന്ന ഈ നികൃഷ്ട മനോഭാവമുള്ളവര് തട്ടിപ്പറിക്കുമ്പോൾ അത് പറ്റിക്കല, കളവ, ചതിയ, അർഹിക്കാത്തത് എടുക്കുന്ന ഈ സ്ത്രീകള്, ഈ പുരുഷന്മാര് അല്ലെങ്കിൽ ഭക്തന്മാരുടെ പേരില് ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവര് അമ്പലത്തിൽ വന്ന് തിന്നു പോകുന്നതല്ല അന്നദാനം, അത് അന്നചൂഷണമാണ്. ഭഗവാൻ കൃഷ്ണൻ 51.5 നൂറ്റാണ്ട് മുമ്പ് ക്ഷേത്രത്തെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്. ദേവാൻ ഭാവയദാനേന യോ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത് യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ എന്ന് മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ഈ പ്രകൃതി ചൈതന്യത്തെയും സ്ഥാപനങ്ങളെയും നന്മ ചെയ്യുന്നവരെയും അങ്ങോട്ട് സഹായിക്കാതെ, അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാതെ, അങ്ങോട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതെ ഇങ്ങോട്ട് മാത്രം എടുക്കുന്നത് അത് കള്ളത്തരമാണ്. സ്തേന ഏവ സഹ, സ്തേന എന്ന് വെച്ചാൽ കള്ളന്മാര്, അവര് കള്ളന്മാരാണ്. യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ, ആരാണോ അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് മാത്രം സ്വീകരിക്കുന്നത് അവര് കള്ളന്മാരാണ്. ആ കള്ളത്തരം ചെയ്യുന്നവർക്ക് ചോറ് വെച്ച് വിളമ്പിക്കൊടുക്കേണ്ട ഗതികേട് ക്ഷേത്ര ഭാരവാഹികൾക്ക് വരരുത്. വിഭവ സമൃദ്ധമായ സദ്യ രുക്മിണി സ്വയംവരത്തിന്റെ പേരിൽ നടക്കുന്നത് എല്ലാ അമ്പലങ്ങളിലും പതിവാ. എന്താ രുക്മിണി സ്വയംവരം? രുക്മിണി എന്നൊരു സാധാരണ സ്ത്രീ, അവര് ദേവതയൊന്നുമല്ല, അവർ ഈശ്വരനുമല്ല. അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു അവതാരമാണ്. ശ്രീകൃഷ്ണൻ എന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരു സ്ത്രീയെ ശ്രീകൃഷ്ണൻ സ്വീകരിച്ചു. ശ്രീകൃഷ്ണൻ സത്യഭാമയെ സ്വീകരിച്ചു, ശ്രീകൃഷ്ണൻ ജാമ്പവതിയെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ശ്രീകൃഷ്ണൻ രുക്മിണിയെ സ്വീകരിച്ചു. അതിൽ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ തന്നെ ആശ്രയിച്ച ഒരു സ്ത്രീയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോ അമ്പലങ്ങളില് പായസവും ലഡുവും ചേർത്ത് വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി വിളമ്പുന്ന ക്ഷേത്ര ഭാരവാഹികളാണ് മാനസിക രോഗികൾ. അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന ഭാഗവതം വായിക്കുന്ന വേറെ കുറെ ഫ്രോഡുകളും ഉണ്ട്. ആ ഫ്രോഡുകൾ ഭാഗവതത്തിന്റെ പേരില്, രുക്മിണി സ്വയംവരത്തിന്റെ പേരില് ഈ പാവപ്പെട്ട
കമ്മിറ്റി അംഗങ്ങളെ രാപ്പകൽ വർക്ക് ചെയ്യിപ്പിച്ച് വിഭവ സമൃദ്ധമായ ലഡുവും പായസവും കൊടുക്കുമ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനമാ ഹിന്ദു സമൂഹത്തിനുണ്ടായത്? എന്ത് പ്രയോജനമാണ് ആ ക്ഷേത്രത്തിനുണ്ടായത്? എന്ത് പ്രയോജനമാണ് ഭാഗവതം കേൾക്കേണ്ടവർക്ക് ഉണ്ടാവേണ്ടത്? അതുണ്ടായിട്ടുണ്ടോ? അതൊന്നും ഉണ്ടാവാതെ വിഭവ സമൃദ്ധമായ സദ്യ 10 പൈസ ചെലവില്ലാതെ രുക്മിണി സ്വയംവരത്തിൻ്റെ പേരിലും ഭാഗവത സപ്താഹം വായിക്കുന്നതിൻ്റെ പേരിലും അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പേരിലും നടക്കുന്നു. ഒരു വലിയ സന്തോഷം ഉണ്ടായത് വളരെ റിമോട്ട് വില്ലേജിൽ തൊടുപുഴയ്ക്കടുത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അവിടുത്തെ സദസ്സിൽ പറഞ്ഞു. ആ അമ്പലം ഭരിക്കുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. 11 മണിക്കായിരുന്നു എൻ്റെ പ്രഭാഷണം വെച്ചിരുന്നത്. 11 മണി വരെ ഈ പ്രഭാഷണം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 11 മണിക്ക് ഫുള്ളായിട്ട് ആൾക്കാർ വന്നു. കൃത്യസമയം അവർ പാലിച്ചു. 1 മണി വരെ 2 മണിക്കൂർ ഒരൊറ്റ ആൾ കൂട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ ആ പ്രഭാഷണം കേട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ അമ്പലത്തിലെ അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നമസ്കാരവും പ്രണാമവും പറഞ്ഞ് അവസാനിപ്പിച്ചു. പാവപ്പെട്ട വീട്ടിലെ കുറേ സ്ത്രീകളും അവരുടെ മക്കളും പ്രായമായ പെൺകുട്ടികളും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരാ ഞങ്ങൾ, തിന്നാൻ വേണ്ടി മാത്രം അമ്പലത്തിലേക്ക് വന്നവര്, അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോവാണ്. ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് ഇതിന് അർഹതയില്ല, ഞങ്ങൾ പോവാണ്. ഞാൻ അവരോട് പറഞ്ഞു, വന്ന സ്ഥിതിക്ക് കഴിച്ചിട്ട് പോവാം. നിങ്ങൾ 2 മണിക്കൂർ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയെങ്കിലും വന്നല്ലോ. ഞാൻ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും കുടുംബ സംസ്കാരത്തെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഞാൻ ആത്മീയതയൊന്നും പറഞ്ഞിട്ടില്ല. അത് കേൾക്കാൻ വന്ന നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ആ പെൺകുട്ടികൾ 7 പേര് ഉത്തരം പറഞ്ഞത്, സാറേ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിലാണ് ഞങ്ങൾ വന്നത്, തുടക്കത്തിലല്ല. ഞങ്ങൾ വീട്ടിൽ ചെന്ന് അരി ചോറ് വെച്ച് കഴിച്ചോളാം, സാറ് പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞ് അവർ പോയി. എനിക്ക് തൊടുപുഴയിലെ ആ അമ്പലത്തിലെ പാവപ്പെട്ടവര് അപ്പോഴും പണക്കാർ തിന്നാനായിട്ട് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ചവറയിലൊരു അമ്പലത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി. വൈകുന്നേരം കൊടിയ മഴ എന്ന് പറഞ്ഞാൽ പൂരമഴ. പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഈ അന്നദാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. അമ്പലത്തിലെ ഭാരവാഹികളിൽ ഭൂരിഭാഗം പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ കോൺഗ്രസ്സുകാരാണ്. പിന്നെ കമ്മിറ്റി അംഗങ്ങൾ RSSകാരുണ്ട്, CPMകാരുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയം, അമ്പലത്തിലെ ഭരണാധികാരികളുടെ രാഷ്ട്രീയം വ്യക്തമായിട്ട് ചോദിച്ചറിയാറുണ്ട്, ഏത് തരത്തിലുള്ളവരാണെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഈ അമ്പലത്തിലെ ഭാരവാഹികളുടെ രാഷ്ട്രീയവും കൂടി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുള്ളത്, അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് വൈകുന്നേരം വെറും കഞ്ഞിയും പുഴുക്കും, അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, തിന്നാനുള്ളവർക്കും തിന്നാനില്ലാത്തവർക്കും. അമ്പലത്തിൽ കഞ്ഞി വീഴ്ത്തല പറഞ്ഞിരിക്കുന്നത്, വിഭവ സമൃദ്ധമായ സദ്യയല്ല. വിശക്കുന്നവരും കഴിക്കട്ടെ, വിശക്കാത്തവരും കഴിക്കട്ടെ. ആ കഞ്ഞിയും പുഴുക്കും അമ്പലത്തിലെ ഭഗവാനൊന്ന് നേദിക്കുകയും കൂടി ചെയ്താലേ പ്രസാദമാവുള്ളൂ. അപ്പോൾ വിഭവ സമൃദ്ധമായ സദ്യ തിന്നാൻ ആഗ്രഹമുള്ളവർ അമ്പലത്തിലേക്ക് വരില്ല. അവർ വീട്ടിൽ വെച്ച് തിന്നും, അല്ലെങ്കിൽ 55 രൂപ കൊടുത്ത് ഹോട്ടലിൽ പോയി തിന്നും. ഈ കഞ്ഞിയും പുഴുക്കും എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ചിലവേ ഉള്ളൂ. അത് അമ്പലക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അത് തിന്നണം എന്നുള്ളവർക്ക്, സ്വീകരിക്കണം എന്നുള്ളവർക്ക്. അവിടെയും ഇത് സംഭവിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്ത് 9:30 മണിക്ക് ഭൂരിഭാഗം ആൾക്കാരും അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞു, സാറ് പറഞ്ഞത് ശരിയാ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസാദം എന്ന പേരിൽ ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല. ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരാറില്ല. വരാത്ത ഞങ്ങള്, 1 പൈസ പോലും അമ്പലത്തിന് കൊടുക്കാത്ത ഞങ്ങള്, അമ്പലത്തിൽ പ്രാർത്ഥിക്കാത്ത ഞങ്ങള്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളതെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് സാറേ. ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് അമ്പലത്തിലെ പ്രസിഡന്റ് കോൺഗ്രസ്സുകാരനാണ്. അതും കരുണാകരൻ വിഭാഗത്തിൽപ്പെടുന്ന കോൺഗ്രസ്സുകാരൻ, നല്ല മനുഷ്യൻ, ജെം ഓഫ് ദി മാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ അമ്പലം ഉള്ളിടത്തോളം സാറ് വരണം, സാറ് ഈ പറഞ്ഞതൊക്കെ ഇവിടെ പറയണം വീണ്ടും വീണ്ടും. ഞാൻ പറഞ്ഞതിന് മഹത്വം ഒന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, സ്വീകരിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ
ഞാൻ പാർഷ്യലായിട്ടായിരിക്കും പറയാം. ചെങ്ങന്നൂർ ഒരു അമ്പലത്തിൽ ഇതേപോലെ പല പല വിഷയങ്ങളാ പ്രഭാഷണം നടത്തുക. അതിൻ്റെ അവസാനത്തിൽ ഈ അമ്പലങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ട്, ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നത്, ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന വെള്ളോടി, അത് ഞാൻ നാളെ പറയുന്നുണ്ടാവും. ദൈവത്തിൻ്റെ പേരിൽ അണ്ടർവെയർ പോലും അഴിഞ്ഞ് താഴെ വീണ് വെള്ളമടിച്ച് റോട്ടിൽ നൃത്തം വെക്കുന്ന കാഴ്ച പറപ്പൂക്കാവ് പൂരത്തിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. എനിക്ക് അമ്പലം എന്ന് പറയുമ്പോൾ അറപ്പ് തോന്നുന്നത് ഈ ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന വെള്ളോടിയും ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന വിഭവ സമൃദ്ധമായ സദ്യയും കോടിക്കണക്കിന് രൂപയുടെ വെടിക്കെട്ടും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ മിണ്ടാപ്രാണിയായ ആനയെ കൂച്ചുവിലങ്ങിട്ട് നടത്തുന്ന ഉത്സവവും ഇത് ആണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയില് ചെങ്ങന്നൂര് ഒരു NSSന്റെ അമ്പലത്തിലേക്ക് ഞാൻ പോയി. ഞാൻ അവിടുത്തെ വിഷയം സന്തുഷ്ട കുടുംബജീവിതം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ അമ്പലത്തിൽ നടക്കുന്ന 4 തിന്മകളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്പലത്തിലെ NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ് മൈക്കിലൂടെ എന്നോട് പറഞ്ഞു, സാറേ ഒരു വരി കൂടി ഞാൻ പറഞ്ഞോട്ടെ, സാറ് പറയുന്നതിന് ഒരു വരി സാറിൻ്റെ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അദ്ദേഹം ഞാൻ കേൾക്കെ മൈക്കിലൂടെ പറഞ്ഞ വരി, ഇവിടുത്തെ സ്ത്രീകൾ അമ്പലത്തിൽ അന്നദാനത്തിന് വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമോ വിഷമോ വേദനയോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വേദന എന്താണെന്ന് അറിയാമോ സാറേ? ഇത് ഞാൻ ഈ മൈക്കിലൂടെ പറയാം. വീട്ടിൽ ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഈ അമ്പലത്തിൽ അന്നദാനം കഴിഞ്ഞ് വിഭവ സമൃദ്ധമായ സദ്യക്ക് പകർച്ചപാത്രവും കൊണ്ടാണ് ഇവിടുത്തെ സ്ത്രീകൾ വരുന്നത്. അവരെ ഏത് വാക്കുപയോഗിച്ച അഭിസംബോധന ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും തരം താഴ്ന്ന ലെവലിലേക്ക് പൂത്ത പൈസ വീട്ടിലുള്ള സ്ത്രീകൾ പുരുഷന്മാരെ താഴ്ന്നിരിക്കുന്നു. ഞാൻ ഈ പുരുഷന്മാരെന്ന് ഇടയ്ക്കൊരു വാക്ക് ചേർക്കാൻ കാരണം എല്ലാം സ്ത്രീകളല്ല, കുറച്ച് പുരുഷന്മാരും ഉണ്ട്. അപ്പൊ ഞാൻ സ്ത്രീകളെ മാത്രം അവഹേളിച്ചെന്ന് വരില്ലേ? അതുകൊണ്ടാ സ്ത്രീകളെ പറഞ്ഞൊരു കോമയിട്ട് പുരുഷന്മാരെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിഭാഗവും സ്ത്രീകളാ. ഈ യൂട്യൂബ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പറയുന്നു, അമ്പലത്തിൽ നിന്ന് പകർച്ച കൊണ്ടുപോകുന്ന നിലവാരത്തിലേക്ക് താഴാൻ ഹൈന്ദവ സ്ത്രീകൾക്ക് സാധിക്കുന്നത്, പുരുഷന്മാർക്ക് സാധിക്കുന്നത് ഈ ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. സാത്വിക ദാനം, അതാണ് അന്നദാനം. രാജസികവും താമസികവുമായ ദാനമല്ല അന്നദാനം. ഇപ്പം നിങ്ങൾ തിന്നുന്നത് കുറേ അമ്പലത്തിലെ ഭാരവാഹികളുടെ വിയർപ്പ്, കുറച്ചു പേരുടെ ശാപം. അതാണ് അമ്പലത്തിൽ തിന്നാൻ വേണ്ടി മാത്രം വരുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ആ അമ്പലത്തിലെ ഭാരവാഹികൾ എന്നോട് പറയാറുണ്ട്, 95% അമ്പലങ്ങളിൽ, സാറിനറിയോ ഈ അന്നദാനം കഴിക്കാൻ വരുന്നവർ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് പോലും കയറാറില്ല, ഒന്ന് തൊഴാറില്ല സാറേ. വീട്ടില് ഭിക്ഷക്കാരന് പോലും കൊടുത്താൽ വാങ്ങിക്കാത്ത നാണയമാണ് ഇപ്പോൾ 1 രൂപ. ആ 1 രൂപ പോലും ഭണ്ഡാരത്തിലിടാത്തവരാ തിന്നാൻ വരുന്നത് സാറേ. ദുഃഖമുണ്ട്. പക്ഷേ കൊടുത്തില്ലെങ്കിൽ മനസ്സിൽ കുറ്റബോധമുണ്ട്. പ്ലേറ്റ് നീട്ടുമ്പോൾ അമ്പലത്തിൽ വന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ സാറേ. ചോറിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്. സത്യ അവര് പറയുന്നതാ സത്യം. എങ്ങനെയാ കൊടുക്കാതിരിക്കുക? ശാപത്തോടു കൂടിയ വേദനയോടു കൂടിയാണെങ്കിലും അമ്പലത്തിലെ ഭാരവാഹികള് അവര് കൊടുക്കണം. കാരണം കൈനീട്ടുന്നവന് കൊടുക്കുന്നതാ സനാതന ധർമ്മത്തിന്റെ മൂല്യം. അർഹിച്ചവൻ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കൈ നീട്ടുന്നവനാ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ അമ്പലങ്ങള്, ക്രിസ്ത്യാനികളുടെ പള്ളിയും മുസ്ലിങ്ങളുടെ മസ്ജിദും നോക്കുക. ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ശങ്കരൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് കത്തെഴുതി. ആ ക്രിസ്ത്യാനികൾ പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പള്ളിയുടെ കർമ്മ പദ്ധതിയിൽ 100% പങ്കെടുക്കുന്നവരാ വരുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാൻ വരുന്നവരാ. അച്ഛൻ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആ പള്ളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും വികസനത്തിന് ലക്ഷങ്ങൾ സ്വമനസാലയോ നിർബന്ധിച്ചോ കൊടുക്കുന്നവരാണ് പള്ളിയിലേക്ക് വരുന്നത്. അവർക്ക് ആ പള്ളിയിൽ അന്നദാനം ഉണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ട്.
ഇനി അഥവാ അത് ചെയ്യാത്ത ക്രിസ്ത്യാനികൾ അവിടെ അന്നദാനം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനികളെ കള്ളത്തരവും ചതിയും വഞ്ചനയിലൂടെയാണെങ്കിലും ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി സഹായിക്കുന്നവരാ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു, പള്ളിയുടെ വികസനത്തിന് സഹായിക്കുന്നു, ക്രൈസ്തവ കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. അങ്ങനെയുള്ളവര് അമ്പലത്തിന്റെ കാര്യത്തില് നമ്മുടെ ശ്രീകൃഷ്ണന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവര് അമ്പലത്തിലെ നന്മ നിറഞ്ഞ ഉത്സവങ്ങളില് അമ്പലത്തിലെ ഭാഗവത സപ്താഹ സത്രങ്ങളില് സഹായിക്കുന്നവർക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് അമ്പലത്തിലെങ്കിലും അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങോട്ട് കൊടുത്തിട്ടാ ഇങ്ങോട്ട് മേടിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കാതെയല്ല ഇങ്ങോട്ട് മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ യൂട്യൂബ് കാണുന്നവരോട് വിനയപുരസ്സരം പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ളവര് ഈ അമ്പലത്തിൽ നിന്ന് കൈനീട്ടി തിന്നാൻ വേണ്ടി മാത്രം പോകുന്ന സംസ്കാരത്തിൽപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാവരുത്, ഒരൊറ്റയാൾ പോലും ആവരുത്. ഇത് അപാത്രദാനം, ശാപത്തിന് അർഹതയുള്ളതാണ്. അതേ സമയത്ത് അമ്പലവുമായിട്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമുള്ളവര്, അമ്പലത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഞാൻ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. എനിക്ക് കാണാൻ സാധിച്ച പ്രത്യേകത അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുക, മതേതരത്വത്തിന് വേണ്ടി പറയുകയല്ല, അല്ലെങ്കിൽ ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. അമ്പലത്തില് 1 ചാക്കരി 2 ചാക്കരി അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊടുക്കുന്നതില് 50% ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അവർ അമ്പലത്തിലേക്ക് വരാറുമില്ല, അന്നദാനത്തിനോട്ട് പങ്കെടുക്കാറുമില്ല. അവരോട് ചെന്ന് അമ്പലത്തിലെ സപ്താഹമാണെന്ന് പറഞ്ഞാൽ എത്ര ചാക്ക വേണ്ടെന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നവരാ ഉള്ളതെന്ന് അമ്പലത്തിലെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാനും വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അത് സത്യമാണെന്ന് ചോദിച്ച് മനസാക്ഷിക്കകത്ത് ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ ഞാൻ കുറ്റവാളിയാവില്ലേ? അതുകൊണ്ട് പറയുന്നതാ. അവരിവിടെ വന്ന് കഴിക്കാറില്ല, ഒന്നും തരാത്തവർ വന്ന് കഴിക്കുമ്പോൾ അത് സംഭവിക്കരുത് എന്ന് ഒന്ന് ഷാർപ്പ് വാക്കുകളിൽ അമ്പലങ്ങളിൽ പറഞ്ഞിട്ടും അത് പിന്നെയും നടക്കുന്നത് കൊണ്ട് യൂട്യൂബ് കേൾക്കുന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കളുണ്ട്, അവരുടെ വീട്ടുകാരോട് പറയാൻ സാധിക്കണം. പിന്നെ വിദ്യാഭ്യാസമുള്ള അമ്പലത്തിലെ ഭാരവാഹികളായ യുവാക്കളോട് പറയുന്നു, തിന്നാൻ അർഹതയില്ലാത്തവർക്ക് തിന്നാൻ വിളമ്പിക്കൊടുക്കുന്നതല്ല ഹിന്ദു ധർമ്മം. അത് അവരെ സഹായിക്കുന്നത് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കലല്ല. അവർ ഊണ് കഴിച്ച എച്ചിൽ കിണ്ണം കഴുകുന്നത് മഹാപാപമാണ്. അത് ഹിന്ദു ധർമ്മ സംരക്ഷണമല്ല. അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ അടുക്കളയിൽ പുകയും തീയിന്റെയും മുമ്പിൽ നിൽക്കുന്നത് ഹിന്ദു ധർമ്മ സംരക്ഷണമല്ല. അത് കള്ളന് കഞ്ഞി വെക്കുന്നതിൽ കൂട്ടു നിൽക്കുകയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സന്ദേശം മാത്രം എടുക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ വികാരം എടുക്കണ്ട. 100 കണക്കിന് അമ്പലങ്ങളില് ഇത് കാണാൻ സാധിക്കുമ്പോൾ അത് ഇന്ന് പറയണമെന്ന് തോന്നി. 10 ദിവസം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തു. എന്നിട്ട് ഇതാവട്ടെ ഇനിയുള്ളത് എന്നറിഞ്ഞ് ഞാൻ വിവരിക്കാം. ഇതേപോലെ ആയിരിക്കും അടുത്ത 3 ദിവസവും ക്ലാസ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ സന്ദേശം കേട്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.